നമസ്കാരം. കേരളത്തിൽ പ്രത്യേകിച്ചും തിരുവിതാംകൂറിൽ നിലനിന്നിരുന്ന ഒരു ആചാരമായിരുന്നു അച്ചിപ്പുടവ. എന്താണ് അച്ചിപ്പുടവ എന്ന് ചോദിച്ചാൽ, സവർണ സ്ത്രീകൾക്ക് മാത്രം കണങ്കാല് വരെ വസ്ത്രം ധരിക്കാം. ഇത് അവരുടെ ജാതിയുടെ മേൽക്കോമയായിട്ട് കരുതുന്നു. ഇതാണ് അച്ചിപ്പുടവ. ഈ അച്ചിപ്പുടവ സവർണ സ്ത്രീകൾക്ക് നെയ്തു കൊടുക്കുന്നത് ആരാണ്? ഈഴവ സ്ത്രീകളാണ്. എന്നാൽ ഈ ഈഴവ സ്ത്രീകൾക്കോ മറ്റ് താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്കോ വീട്ടിലോ ആഘോഷങ്ങളിലോ വിവാഹ സ്ഥലങ്ങളിലോ ഈ അച്ചിപ്പുടവ ഉടുക്കാൻ പാടില്ല. താഴ്ന്ന ജാതിക്കാർ മുട്ടോളം എത്തുന്ന മുണ്ട് മാത്രമേ ഉടുക്കാവൂ. ഇതിന് വിപരീതമായി ഇവർ അച്ചിപ്പുടവ താഴ്ന്ന ജാതിക്കാർ ഉടുത്താൽ ക്രൂരമർദ്ദനമാണ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ഉടുക്കാൻ പാടില്ലെന്ന് രാജാവിന്റെ കൽപ്പന പോലും ഉണ്ടായിരുന്നു. ഇതിന് വിരുദ്ധമായി കായംകുളത്തെ പത്തൂരിൽ ഒരു സമ്പന്ന കുടുംബത്തിലുള്ള ഈഴവ യുവതി അച്ചിപ്പുടവയെ ഉടുത്തുകൊണ്ട് വയൽ വരമ്പത്തിലൂടെ നടന്നുപോയപ്പോൾ സമ്പന്ന ജാതിക്കാർ, അതായത് സവർണ ജാതിക്കാർ ഈ പെൺകുട്ടിയുടെ പുടവ വലിച്ചു കീറുകയും ചേറിൽ പൂഴ്ത്തി വയ്ക്കുകയും ചെയ്ത സംഭവവും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതുപോലെ അപരിഷ്കൃതമായ ധാരാളം നിയമങ്ങളാണ് സവർണർ പണ്ടുകാലങ്ങളിൽ അവർണരുടെ മേലിൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അവർണ ജാതിയിൽപ്പെട്ടവർക്ക് പശുക്കളെ വളർത്താൻ മാത്രമേ അധികാരമുള്ളൂ. എങ്ങനെ? അത് പ്രസവം വരെ മാത്രം. പശുക്കൾ പ്രസവിച്ചു കഴിഞ്ഞാൽ 10 പുല എന്നാണ്. ആ 10 പുല കഴിഞ്ഞാൽ അവർണന്റെ വീട്ടിൽ നിന്നും പശുവിനെ സവർണന്റെ വീട്ടിൽ കൊണ്ടുപോയി കെട്ടണം. കാരണം പാല് കുടിക്കാനും പാൽ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാനും കീഴ്ജാതിക്കാർക്ക് പാടില്ലെന്നാണ് രാജാവിന്റെ നിയമം. അത് മാത്രമല്ല, സവർണന്റെ വീട്ടിൽ കൊണ്ട് പശുവിനെ കെട്ടിയതിനു ശേഷം കറവ വറ്റുമ്പോൾ തിരിച്ച് പശുവിനെ ഈ കീഴ്ജാതിക്കാരുടെ വീട്ടിൽ കൊണ്ടുപോയി കെട്ടണമെന്നാണ് നിയമത്തിൽ പറയുന്നത്. ഈ 2 കാര്യങ്ങളും ചെയ്യുമ്പോൾ അവർണന് കൊടുക്കുന്ന പ്രതിഫലം എന്താണ്? ഒരു തീണ്ടപ്പാൻ അകലെ ചോറ് കൊടുക്കും. ഇത് അവന്റെ പ്രതിഫലമായി അവൻ കണക്കാക്കണം. ഇതിന് വിരുദ്ധമായി ചെയ്യുകയാണെങ്കിൽ ഈ കീഴ്ജാതിക്കാരനെ മരത്തിൽ കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിക്കുമായിരുന്നു. പിന്നീട് ഈ കീഴ്ജാതിക്കാരന്റെ ബന്ധുക്കൾ വെറ്റിലയും പാക്കും കൊണ്ടുപോയി സവർണന്റെ മുമ്പിൽ വെച്ച് മാപ്പ് പറയണം. കറവ പശുവിനെ സവർണന്റെ വീട്ടിൽ കൊണ്ട് കെട്ടിയാൽ മാത്രമേ ഈ മരത്തിൽ നിന്നും കീഴ്ജാതിക്കാരനെ കെട്ടവത്ത് വിടുകയുള്ളൂ. ഇത്തരം അപരിഷ്കൃതമായ ധാരാളം നിയമങ്ങളാണ് സവർണർ അവർണന്മേൽ അടിച്ചേൽപ്പിച്ചിരുന്നത്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യുക. മറ്റ് ചില സംഭവ കഥകൾ അടുത്ത വീഡിയോയിൽ നിങ്ങളോട് പറയുന്നതാണ്.